നമസ്കാരം. ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സമവാക്യ ജോഡികൾ അഥവാ പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് XY എന്നിവ പോലുള്ളവ ഉപയോഗിച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ സമവാക്യങ്ങൾ ഉണ്ടാക്കി അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അൺനോൺ വാല്യൂസ് എന്ന് നമ്മളിപ്പോൾ XY എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ XY എന്നിവ ഉപയോഗിച്ചായിരിക്കും നമ്മൾ സമവാക്യങ്ങൾ രൂപീകരിക്കുന്നത്. ഈ സമവാക്യങ്ങൾ സോൾവ് ചെയ്ത് നമ്മൾക്ക് XY അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയും ഇതിന്. ഈ വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണത്തിലൂടെ തുടങ്ങാം. ഒരു ഇക്വേഷൻ എഴുതുകയാണ് 5x = 10. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ്. ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x = 10 / 5 2. മനസ്സിലായില്ലേ? അപ്പം ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോമാണ് ഞാൻ കാണിച്ചത്. ഇനി എക്സും വൈയും ഉള്ള വേരിയബിൾസ് വരുന്ന ഇക്വേഷൻസ് വരും, അതും നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലുള്ള പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. 6y = 18. ദെൻ y = എന്താണ്? ഇവിടുത്തെ വേരിയബിൾ y ആണ്. y = 18/6, ദാറ്റ് ഈസ് 3. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെയർസ് ഓഫ് ഇക്വേഷനിലെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇനി ഇതിപ്പോൾ ഒരു വേരിയബിൾ ആണല്ലേ, ഈ ഇക്വേഷൻ ആണെങ്കിൽ ഒരു വേരിയബിളേ ഉള്ളൂ, ഇതിലാണെങ്കിലും ഒരു വേരിയബിളേ ഉള്ളൂ. ഇനി രണ്ട് വേരിയബിൾ വരുന്ന കേസ് വരും. ഇപ്പം x + y = 10. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പം നമുക്കിത് ഒറ്റ സ്റ്റെപ്പിൽ ഇതിന് ആൻസർ കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് രണ്ടും അൺനോൺ ആണ്. അപ്പോൾ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ വാല്യൂ അറിഞ്ഞാലേ രണ്ടാമത്തിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസ്, രണ്ട് വേരിയബിൾ വരുമ്പോഴും രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. നമ്മൾ വരുന്ന പ്രോബ്ലംസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തൊരു ഇക്വേഷൻ ഇങ്ങനെയാണെന്നിരിക്കട്ടെ, x - y = 8. അപ്പോൾ ഇവിടെ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് രണ്ട് ഇക്വേഷൻസിനും ഓരോ പേര് കൊടുത്ത് രണ്ട് സമവാക്യങ്ങൾക്കും ഇത് ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യം. അപ്പം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്താലല്ലേ രണ്ടാമത്തതിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? x + x 2x. ഇവിടെ എന്താണ്? +y - y എന്താണ്? 0. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഒരേ നമ്പർ പോസിറ്റീവും നെഗറ്റീവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. ഇവിടെ എന്ത് വരും? 10 + 8 18. Therefore x = 18 / 2, ദാറ്റ് ഈസ് 9. ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, ഒരു വേരിയബിൾ കിട്ടി. അപ്പോൾ ഇതിന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. അതായത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആണ് എടുക്കുന്നത്. 1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? x + y = 10 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി 9 + y = 10. Therefore y എന്താണ്? 10. ഇവിടെ പ്ലസ് ആണ് അല്ലേ, 9+. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 10 - 9 = 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂ, രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ കിട്ടി. ഇതേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എളുപ്പമാണ്, അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? അതായത് ഒരു ബോക്സിൽ 100 മുത്തുകളുണ്ട്, വെള്ളയും കറുപ്പും. പിന്നെ എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്? 10 more than
10 more black than white. അതായത് വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എത്ര, വൈറ്റ് എത്ര? അതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ആകെ മുത്തുകളുടെ എണ്ണം 100 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്ത്. അപ്പം എന്തിനേക്കാൾ നമുക്കൊരു എളുപ്പത്തിൽ ചെയ്യാൻ ഉള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, കറുത്ത മുത്തുകളുടെ എണ്ണം എന്താണെന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്താണ്, വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലാണ്. ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് അത് ഇതിനേക്കാൾ വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ്. അതായത് എക്സ് പ്ലസ് 10. അപ്പം നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ്, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് പ്ലസ് 10. ഇനി രണ്ടും കൂടി കൂട്ടിയാൽ എത്ര ബീഡ്സ് ഉണ്ട്? 100. അപ്പം നമുക്കത് സോൾവ് ചെയ്യാം. അതായത് വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടി കൂട്ടിയാൽ 100 കിട്ടും. അപ്പോൾ വൈറ്റ് ബീഡ്സ് എത്രയാണ്? എക്സ് പ്ലസ് ബ്ലാക്ക് ബീഡ്സ് എന്താണ്? എക്സ് പ്ലസ് 10 ഈക്വൽ ടു 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. 2x പ്ലസ് 10 is equal to 100. Then 2x is equal to 100. ഈ 10 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, -10. അതായത് 90 വരും. 2x is equal to 90. ദെൻ x is equal to എന്താണ്? 90. ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 45. അപ്പം നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് 45 ആണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്താണ്? എക്സിനേക്കാൾ 10 കൂടുതൽ. എക്സിനേക്കാൾ 10 കൂടുതൽ. അപ്പോൾ 45 പ്ലസ് 10 55. അടുത്ത എക്സാമ്പിൾ നോക്കാം. എന്താണ്? ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അതായത് ഒരു ടേബിളും ഒരു ചെയറിനും കൂടെ 11,000 രൂപയാണ്. ഇനി ഒരു ടേബിളും 4 ചെയറിനും കൂടെ വരുന്ന വില 14,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വില, അതായത് ടേബിളിൻ്റെയും ചെയറിൻ്റെയും വില എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് ഓഫ് ടേബിൾ എക്സും എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ പ്രൈസ് ഓഫ് ചെയർ വൈ ആയിട്ട് എടുക്കാം. ഇനി രണ്ടും കൂടെ കൂട്ടിയാൽ 11,000 എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ടേബിളിൻ്റെ പ്രൈസും ചെയറിൻ്റെ പ്രൈസും എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11,000. ഇപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11,000. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിളും 4 ചെയറും കൂടെ, ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും കൂടെ പ്രൈസ് കൂട്ടിയാൽ 14,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇനി 4 ചെയർ, ഒരു ചെയറിൻ്റെ പ്രൈസ് വൈ. അപ്പം 4 ചെയറിൻ്റെ പ്രൈസ് 4y ഇസ് ഈക്വൽ ടു 14,000. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ
നോക്കാം. അതായത് ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു 11,000. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ ആക്കാം. അതായത് ഇപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു എന്ത് വരും? 11,000 മൈനസ് വൈ. അത് ആ എക്സിൻ്റെ ആ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എല്ലാം ഒരേ വേരിയബിളിലാവും. ഒരേ വേരിയബിളിലായാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? എക്സിനോ വൈക്കോ ഏതിന് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ വൈക്കാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. വൈ ഇസ് ഈക്വൾ ടു 11,000. ഈ എക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ്. ഇനി ഇത് രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 4 ഇൻറ്റു വൈക്ക് പകരം എന്ത് കൊടുക്കാം? 11,000 മൈനസ് എക്സ് എന്ന് വരും. ഇസ് ഈക്വൾ ടു 40,000. ഇപ്പം ഇത് നോക്കൂ, ഇതെല്ലാം എക്സ് എന്നുള്ള ഒരു വേരിയബിളിലുള്ള ഇക്വേഷൻ, ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഇനി നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതെന്ത് വരും? എക്സ് പ്ലസ് 4 ഇൻറ്റു 11,000 44,000. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് ഈ 4 കൊണ്ട് ഇത് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 4x ഇസ് ഈക്വൾ ടു 40,000. ഇനി എക്സ് ടേംസ് നമുക്ക് ഒരു സൈഡിലാക്കാം. ഇവിടെ എക്സ് മൈനസ് ഇത് രണ്ടും അടുപ്പിച്ച് എഴുതുകയാണ്. എക്സ് മൈനസ് 4x ഇസ് ഈക്വൾ ടു 14,000 മൈനസ് ഇവിടെ 44,000 പ്ലസ് ആണ്. അത് ഇവിടെ വരുമ്പോൾ എന്ത് വരും? മൈനസ് 44,000. അപ്പം എക്സ് മൈനസ് 4x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 3x. അതുപോലെ 14,000 മൈനസ് 44,000. ഇവിടെ നമുക്കറിയാലോ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് 30,000 എന്ന് വരും. ഇത് കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ വരുന്നത് എന്താണ്? 3x ഇസ് ഈക്വൾ ടു 30,000. 3x is equal to 30,000. Therefore, x is equal to എന്ത് വരും? 30,000 divided by 3. അതായത് 10,000. നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിളിൻ്റെ പ്രൈസ് അല്ലേ? ടേബിളിൻ്റെ പ്രൈസ് എന്താണ്? 10,000. അപ്പോൾ നമുക്ക് ചെയറിൻ്റെ പ്രൈസ് കണ്ടുപിടിച്ചൂടെ? വൈ കണ്ടുപിടിച്ചൂടെ? വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 11,000 മൈനസ് എക്സ്. വൈ ഇസ് ഈക്വൾ ടു 11,000 മൈനസ് ഈ ഇക്വേഷൻ കേട്ടോ, മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 10,000. 11,000 മൈനസ് 1,000 എന്താണ്? 1,000. y is equal to 11,000 മൈനസ് എക്സ് എന്താണ്? 10,000. 11,000 1000 മൈനസ് ചെയ്താൽ 1000. അപ്പോൾ y is equal to 1000 കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയർ. ടേബിളിൻ്റെ പ്രൈസ് 10,000ഉം ചെയറിൻ്റെ പ്രൈസ് 1,000ഉം. പ്രൈസ് ഓഫ് ടേബിൾ 10,000 rupees. അതുപോലെ പ്രൈസ് ഓഫ് ചെയർ 1,000 rupees. അപ്പോൾ ഒന്നുകൂടെ പറയാം. ടേബിളിൻ്റെ പ്രൈസ് എക്സ്, ചെയറിൻ്റെ പ്രൈസ് വൈ. എക്സ് പ്ലസ് വൈ 11,000 നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിളിൻ്റെ പ്രൈസും 4 ചെയറിൻ്റെ പ്രൈസും കൂടി കൂട്ടിയാൽ 14,000 ആണെന്ന്. അപ്പോൾ എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 14,000 ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിന്, ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് ഏതെങ്കിലും ഒന്നിന് ഇക്വേഷൻ ഉണ്ടാക്കാം. കാരണം നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എല്ലാം ഒരേ വേരിയബിളിലാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇവിടെ ഞാൻ വൈക്കാണ് എടുത്തത്. വൈ ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിൽ വൈ ഈസ് ഈക്വൽ ടു ഈ എക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 11,000 മൈനസ് എക്സ്. അത് പിന്നെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. എക്സ് പ്ലസ് 4 ഇൻറ്റു വൈയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക.
അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. പിന്നെ ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ വൈയുടെ വാല്യൂവും കിട്ടും. ഇനി ഇവിടെ ഞാൻ എടുത്തത് വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തന്നെ നിങ്ങൾക്ക് എക്സിനാണെങ്കിലും ചെയ്യാം, എക്സിൻ്റെ വാല്യൂ കണ്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ വൈക്കല്ല എടുത്തത്, ഈ ഫസ്റ്റ് ഇക്വേഷൻ എക്സിന് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു 11,000 മൈനസ് വൈ എന്ന് വരും. ഇനി ഇത് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാം വൈയുടെ ടേംസിൽ വരും. അതായത് ഈ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ എന്താണ്? അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഓഫ് ദ ടു നമ്പേഴ്സ് ദ ലാർജർ വൺ ഈസ് 5 ടൈംസ് ദ സ്മോളർ വൺ ആൻഡ് സബ്സ്ട്രാക്ടിങ് സ്മോളർ ഫ്രം ദ ലാർജർ ഗീവ്സ് 32. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് രണ്ട് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് സ്മോളറും ഒന്ന് ലാർജറും, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ ആ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32 കിട്ടും. അതുപോലെ വലുത് ചെറുതിനേക്കാൾ 5 മടങ്ങ് വലുതാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുക്കാം. ലാർജർ നമ്പർ എക്സ് ആയിട്ട് എടുത്തു, സ്മോളർ നമ്പർ വൈ ആയിട്ട് എടുത്തു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാർജർ നമ്പർ സ്മോളർ നമ്പറിനേക്കാൾ 5 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാർജർ നമ്പർ എന്താണ്? എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു സ്മോളറിൻ്റെ 5 ടൈംസ്, 5 ഇൻറ്റു വൈ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5y. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ മൈനസ് ചെയ്താൽ 32 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാർജർ നമ്പർ എന്താണ്? എക്സ് മൈനസ് സ്മോളർ നമ്പർ വൈ ഇസ് ഈക്വൽ ടു 32. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ സോൾവ് ചെയ്യാം അല്ലേ? വളരെ എളുപ്പമാണ്. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു 5y, സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെല്ലാം വൈയുടെ ടേംസിലായി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? സെക്കൻഡ് ഇക്വേഷൻ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? 5y മൈനസ് ഇവിടെ ഉള്ളത് y തന്നെ ഇസ് ഈക്വൽ ടു 32. Therefore 5y മൈനസ് y മീൻസ് 1y ആണ്. അപ്പോൾ 5y മൈനസ് y എന്താണ്? 4y ഇസ് ഈക്വൽ ടു 32. Therefore y ഇസ് ഈക്വൽ ടു എന്ത് വരും? 32 ഡിവൈഡഡ് ബൈ 4. 8 കിട്ടി അല്ലേ? അപ്പം നമുക്ക് സ്മോളർ നമ്പർ കിട്ടി, എന്താണ്? 8. ഇനി ലാർജർ നമ്പർ എങ്ങനെ കാണാം? ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ 5 ടൈംസ് സ്മോളർ നമ്പറാണ്. അപ്പം ലാർജർ നമ്പർ എക്സ് ഇസ് ഈക്വൽ ടു 5y ആണ്. അപ്പോൾ 5 ഇൻറ്റു 8 അതായത് 40. അപ്പോൾ രണ്ട് നമ്പറും കിട്ടിയില്ലേ? ലാർജർ നമ്പർ എന്താണ്? 40, സ്മോളർ നമ്പർ എന്താണ്? 8. A fraction simplified after adding 1 to its numerator becomes 1/2. If instead 1 is added to the denominator and then simplified, it becomes 1/3. What is the fraction? എന്താണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യ. അപ്പോൾ അതിന് ഫ്രാക്ഷൻ ന്യൂമറേറ്ററും ഉണ്ടാവും ഡിനോമിനേറ്ററും ഉണ്ടാവും, അല്ലെങ്കിൽ അംശം ഉണ്ടാവും ഛേദം ഉണ്ടാവും. ന്യൂമറേറ്ററോട് 1 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 1/2 ആകും. ഡിനോമിനേറ്ററോട് കൂടെ 1 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 1/3 ആകും. ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഫ്രാക്ഷൻ? ആ ഫ്രാക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് നമുക്ക് ഫ്രാക്ഷൻ ഈസ് x/y എന്ന് എടുക്കാം. അറിയാലോ, ഫ്രാക്ഷൻ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്താൽ, അതായത് ന്യൂമറേറ്റർ ഏതാണ്? എക്സിനോട് 1 ആഡ് ചെയ്താൽ ഈ ഫ്രാക്ഷൻ എന്താവും? 1/2. അതുപോലെ ഡിനോമിനേറ്ററോട് കൂടി 1 ആഡ് ചെയ്താൽ, അതായത് ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ, ഇതിന് ന്യൂമറേറ്റർ എക്സ് തന്നെ, ഡിനോമിനേറ്ററുടെ കൂടെയാണ് 1 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്താവും? 1/3. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് വന്നിട്ടുണ്ടല്ലോ, ഈ രണ്ട് ഫോമിനും ലീനിയർ ഫോം ആക്കാം. അതായത് ഇതിന് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താവും? എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ഈക്വൽസ് ഇവിടെ y ഇൻറ്റു 1 y ഇൻറ്റു 1 y. അപ്പോൾ ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 2 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2x പ്ലസ് 2 ഈക്വൽസ് y. അതുപോലെ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3x ഈസ് ഈക്വൽ ടു y പ്ലസ് 1 ഇൻറ്റു 1 y പ്ലസ് 1 ഇൻറ്റു 1 y പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു y പ്ലസ് 1 വരും. അത് ഫസ്റ്റ് ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ y ഇസ് ഈക്വൽ ടു ആണ് 2x പ്ലസ് 2. അപ്പോൾ ഈ വൈയുടെ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെല്ലാം എക്സിലാവും. എക്സ് എന്നുള്ളൊരൊറ്റ വേരിയബിൾ മാത്രവും. പിന്നെ നമുക്ക് അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. അപ്പം ഈ സെക്കൻഡ് ഇക്വേഷനിൽ എങ്ങനെയാവും? 3x ഇസ് ഈക്വൽ ടു വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? 2x പ്ലസ് 2 പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് 1 ആണ്. മനസ്സിലായില്ലേ? അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3x ഇസ് ഈക്വൽ ടു വൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. y ഇസ് ഈക്വൽ ടു എന്താണ്? 2x പ്ലസ് 2 പ്ലസ് 1. ഇനി എക്സ് നമുക്ക് ഒരു സൈഡിലേക്ക് എടുക്കാം. 3x ഈ 2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2x ഇസ് ഈക്വൽ ടു ഇവിടെ പിന്നെ ഉള്ളത് എന്താണ്? 3 2 പ്ലസ് 1 3 3x മൈനസ് 2x എന്താണ്? എക്സ് അല്ലേ. 1x ദാറ്റ് ഈസ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് കിട്ടി അല്ലേ, എക്സ് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ കൊടുത്താൽ പോരെ ഈ ഇക്വേഷനിൽ. y ഇസ് ഈക്വൽ ടു എന്താണ്? 2x പ്ലസ് 2. ഇതാണ് y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2. 2x പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ കിട്ടി 3 പ്ലസ് 2 2 ഇൻറ്റു 3 എന്താണ്? 6 പ്ലസ് 2 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ കിട്ടി. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷൻ ഈസ് എക്സ് ബൈ വൈ അല്ലേ. അപ്പോൾ എക്സ് എന്താണ് ഇവിടെ? 3, y എന്താണ്? 8. അപ്പം നമ്മുടെ ആൻസർ ഈസ് 3/8.